ഇന്ന് ഏജന്റ് ചാനൽ വന്നിരിക്കുന്നത് മണ്ണേരി ചേറ്റുവട്ടി റോഡിലാണ്. ഈ റോഡിൽ വരാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഒരു ദിവസം ഇതിൻ്റെ പ്രശ്നങ്ങളും ദുരിതാവസ്ഥയും ശോചനീയാവസ്ഥയും എല്ലാം ഏജന്റ് ചാനൽ സംപ്രേഷണം ചെയ്തായിരുന്നു, വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല രീതിയിൽ ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം 15 തീയതിക്കുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കും എന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 15-ാം തീയതി കഴിഞ്ഞു, 15 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ പഴയ പോലെ തന്നെയാണ്. പഴയതിനേക്കാൾ കൂടുതൽ ശോചനീയാവസ്ഥയിലായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ ജില്ലി ഇട്ടിട്ടുണ്ട്. ആ ജില്ലി വരെ അമർന്നിരിക്കുകയാണ്. ആ മണ്ണിൻ്റെ മുകളിൽ ജില്ലി ഇട്ടതിനെ തുടർന്ന് ആ ജില്ലി അടക്കം അമർന്ന് കൂടുതൽ അപകട സാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറൊരു കാര്യം ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, പൈപ്പ് ലൈനിൻ്റെ പണി മെയിൻ റോഡുകളിലൂടെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്, അതിൻ്റെ പണി തുടങ്ങാറുള്ളത്. പക്ഷേ ഇത് തിരിച്ച് ഈ ചെറിയൊരു റോഡിലേക്ക് കൂടിയാണ് ഇതിൻ്റെ പൈപ്പ് ലൈൻ പണി തുടങ്ങിയത്. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? പഞ്ചായത്താണോ, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺട്രാക്ട് പണിയെടുത്തവരാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പണി തുടങ്ങിയവരാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ പ്രശ്നത്തിനെതിരെ ഈ പടിയൂർ പഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതികൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പം മനസ്സിലാക്കാൻ പറ്റും, നല്ല മഴ പെയ്തിട്ടുണ്ട്. ആ മഴ പെയ്തതോടുകൂടി നല്ല രീതിയിൽ ചളിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഈ റോഡ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഈ റോഡ് കാണുമ്പോൾ എത്രയും ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് പണി നടക്കാത്തത്? എന്തുകൊണ്ടാണ് പണി പൂർത്തിയാകാത്തത്? എന്താ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഈ ഭാഗത്തു നിന്നും ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. 15-ാം തീയതിയായിരുന്നു ഇതിൻ്റെ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ അധികൃതർ പറഞ്ഞേ. 15-ാം തീയതി കഴിഞ്ഞു. അതെ. ഇപ്പോൾ കൂടുതൽ ദുരിതാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതെ, ഇപ്പം ഭയങ്കര എന്താ പറയുക, ഇപ്പം കാണുന്നില്ലേ, മഴ പെയ്യുമ്പോൾ ബയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ മാർച്ച് 15 എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ മാർച്ച് 15 എന്ന് പറഞ്ഞിട്ടും നമുക്കൊരു റെസ്പോൺസ് ഒന്നും കിട്ടാണ്ടിരുന്നപ്പോൾ ഞാൻ എഗ്രിമെൻറ്റ് പലവട്ടം ചോദിച്ചപ്പോഴും മെമ്പറോടും അവരോടൊക്കെ ചോദിച്ചപ്പോഴും അവർ തന്നില്ല. പിന്നെ ലാസ്റ്റ് വീണ്ടും പറഞ്ഞു ഞങ്ങളോട് മെയ് 29-30 പരിപാടി ഫുൾ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ 30 ഒന്നും ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ചോദിച്ചപ്പോഴാണ് ലാസ്റ്റ് നമുക്ക് എഗ്രിമെൻറ്റ് തന്നു. അപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ ഇവർ പറഞ്ഞേക്കുന്നത് 45 ദിവസത്തിനുള്ളിൽ പണി കംപ്ലീറ്റ് ആക്കി തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ നമ്മളോട് പഞ്ചായത്തും ഈ റോഡ് മെക്കാടൻ ടാറിങ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നില്ല എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. കാരണം അങ്ങനെയാണ് അവർക്ക് പറഞ്ഞാൽ മതി, ഈ റോഡ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, മെക്കാടൻ ടാർ ചെയ്യുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം എന്നോട് അതിന് പ്രൂഫ് ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പം പ്രൂഫില്ല. കാരണം നമ്മളവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം കുടുംബയോഗത്തിലായാലും ഇവർ പറഞ്ഞിട്ടില്ല. കുരിഞ്ഞേട്ടനോ ചോദിച്ചപ്പം അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് പൊട്ടിച്ചത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ഓൾറെഡി അതുവഴി വിടേണ്ട ഒരു വർക്കാണ്. അപ്പോൾ അത് ഇതുവഴി വിടുമ്പം ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് ചെയ്യാനാണ് അവരൊക്കെ ഊഹിച്ചുകൂടെ ഇത് മഴ വരുമ്പോൾ അത്രക്കും അലമ്പാവുന്നില്ലത്. ഇപ്പോൾ അവരും ഇതിന് ഒന്നും കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം മേലോട്ടേക്ക് വല്ലതും നോക്കലല്ലേ നടക്കത്തുള്ളൂ. അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജില്ലി ഇട്ടിട്ട് നോക്കുമ്പോൾ കൂടുതൽ പ്രയാസം. ജില്ലി ഇട്ടാകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും വരാത്തൊരവസ്ഥയാണ്. മഴക്കാലമാണ്, ഇനിയിപ്പോൾ രോഗികളുള്ള പ്രദേശമാണ്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും വരാത്തൊരവസ്ഥയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്തില്ലെങ്കിൽ വലിയ ദുരിതമായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവും. അമർന്നു പോകാൻ സാധ്യത ഒരുപാട് അമരും. പിന്നെ മഴ പെയ്ത് ഇത് താഴ്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വലിയ പ്രയാസമുണ്ട്. ആരെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ? മെമ്പർ വന്നിട്ട് നോക്കും, എപ്പോൾ അന്വേഷിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മെമ്പർക്കെല്ലാം ഒരു പരിമിതി ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ഒരു ഫ്ലാറ്റ് കിട്ടുന്നില്ല. അതന്നെ.